ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അത്ര ഹാപ്പിയിൽ എടുക്കുന്ന ഒരു വീഡിയോ അല്ല. എൻ്റെ ഒരു എന്താ പറയുക, അതിന് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് നമ്മളെല്ലാവരും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് മിഹിർ. തൃപ്പൂണിത്തറയിൽ ആത്മഹത്യ ചെയ്ത ഒരു 15 വയസ്സുകാരൻ്റെ കാര്യം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു, വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മിഹിറിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അല്ലാത്തതൊക്കെ നമ്മുടെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാറ്. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റ് പോലെ എനിക്ക് തോന്നും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, വേറെ എന്തോ അങ്ങനെയല്ല. ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ പയ്യൻ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതിനൊക്കെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നുള്ളൊരു ഒപ്പീനിയൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ, സമയം രാത്രി 12:24, അതായത് ഫെബ്രുവരി 2-ാം തീയതി ആയിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് വിശാഖ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. പിന്നെ എനിക്ക് ഉറക്കം വരുന്നുമില്ല. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്ന് വൈകിട്ടേ വിചാരിച്ചത് കൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തീർക്കട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പല സോഷ്യൽ മീഡിയ പേജിലുമുള്ള മിഹിറിൻ്റെ ന്യൂസ് കണ്ടിട്ടാട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സൂപ്പർ സ്റ്റാർസും അതുപോലെ തന്നെ വലിയ ആളുകളൊക്കെ എന്താ പറയുക പ്രതികരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ നിലവിൽ മിഹിറിൻ്റെ ആ ഒരു മരണം എന്ന് പറയുന്നത്. ഈ റാഗിങ് എന്നതാണല്ലോ ഇതിലെ ടോപ്പിക്. അപ്പോൾ റാഗിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള റാഗിങ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണോ പയ്യനോട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കാശിൻ്റെ അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയ പ്രശ്നങ്ങളായിരിക്കാം. നമ്മുടെ എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അത് അങ്ങനെ തന്നെ പറയണം. അതിങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി നല്ല കുട്ടികളും എത്രയോ നല്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരിക്കും കേട്ടോ. ഇത് അവരെടുത്ത് പറയണം എന്ന് പറയാൻ കാരണം അവർ റാഗിങ് നടന്നിട്ടില്ല എന്ന് വിത്തൗട്ട് പരാതികളൊന്നും കിട്ടാത്തത് കൊണ്ട് റാഗിങ് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല, അതിനെപ്പറ്റി മിനിമം അന്വേഷിക്കും എന്നുള്ളതല്ലേ. അന്വേഷിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മര്യാദ. അതുപോലും ചെയ്തിട്ടില്ലാതെ അവരൊരു പ്രസ്താവന ഇറക്കുന്നു. അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സമയം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ. അത് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടണമല്ലോ. ഇതിങ്ങനെ വാർത്ത പുറത്ത് വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ സമയങ്ങളിൽ തന്നെ അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അവരതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ റാഗിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ റാഗിങ് അനുഭവിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഞാൻ ഈ റാഗിങ്ങിനെ കുറിച്ച് പറയാൻ എനിക്ക് കുറച്ചും കൂടി ആധികാരികതയോടുകൂടി സംസാരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇങ്ങനത്തെ നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പ്രീമിയം കാറ്റഗറി സ്കൂളുകൾ, പ്രീമിയം കാറ്റഗറി കോളേജുകൾ, അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്, അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ച കോൺവെന്റുകൾ, അതുപോലെ തന്നെ ഈ മഠം ബേസ്ഡ് ആയിട്ടുള്ള കോളേജ് സ്കൂളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് മീഡിയം പ്രൈവറ്റ് സ്കൂളുകളിലും പ്രൈവറ്റ് കോളേജുകളിലും റാഗിങ് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതിനെതിരെ SFIയും അതുപോലെ തന്നെ മറ്റ് പല രാഷ്ട്രീയ സംഘടനകളൊക്കെ കാലാകാലങ്ങളായിട്ട് സമരം ചെയ്ത ചരിത്രമുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ്. ഞാൻ റാഗിങ്ങിന് അറിയായിട്ടുള്ള ഒരാളാണ്. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഇത് ആരെങ്കിലും കണ്ടിട്ട് റാഗിങ് ഒന്നും അല്ല അത് എന്നൊക്കെ ചിലപ്പോൾ മേ ബി കമൻറ്റ് ഇട്ടേക്കാം, കാണുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇത് പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇന്ന് ഉറക്കും വരും. 2-3 ദിവസമായി ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ട്രിഗറിങ് ഉണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് അങ്ങനെ ഒരു കോളേജിലാണ്. എനിക്ക് ഒരു താല്പര്യമില്ല ഞാനത് പറയുന്നതിന് കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വൃത്തികെട്ട 3 വർഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും വൃത്തികെട്ട സമയം ഏതെന്ന് ചോദിച്ചാൽ, വിത്തൗട്ട് എനി ഡൗട്ട് ഏത് ഉറക്കത്തിലും ടപ്പ എന്ന് എണീറ്റെന്ന് ഞാൻ പറയും. എൻ്റെ 3 വർഷം, അതായത് ഡിഗ്രിക്ക് പഠിച്ച 3 വർഷമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വൃത്തികെട്ട. ഞാൻ ഇപ്പോഴും എൻ്റെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ലിറ്റിൽ ഫ്ലവറിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയാം, പണ്ടാര കോളേജിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയുള്ളൂ.
പക്ഷേ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ഈ SFIയും അതുപോലെ തന്നെ എനിക്ക് സാമൂഹികമായിട്ട് കുറച്ചും കൂടി പ്രതിബദ്ധതയുള്ള ആൾ, അല്ലെങ്കിൽ സാമൂഹികമായി മറ്റൊരാളെ വിഷമം കാണുമ്പോൾ അത് എൻ്റെയും കൂടി വിഷമമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ആ വൃത്തികെട്ട കോളേജ് എന്താ പറയുക ഓക്കെ അല്ലാതെ തോന്നിയിട്ടുള്ളത്. ഓക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും കേട്ടോ. അത് എൻ്റെ ഒരു ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ അത് എൻ്റെ വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ചോളം എന്നോടുള്ള റാങ്കിങ് എൻ്റെ സീനിയേഴ്സും എൻ്റെ ജൂനിയേഴ്സും അങ്ങനെ ഒന്നുമല്ല, എൻ്റെ ഹോസ്റ്റൽ മീറ്റ്സ്. ഞാൻ ഹോസ്റ്റലിൽ എങ്ങനെയാണ് അവിടെ നിന്നിരുന്ന സമയം ഞാനത് സർവൈവ് ചെയ്ത് പോകുന്നതിന് എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. കൂടെ നമ്മുടെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ പണത്തിൻ്റെ ഹുങ്കോ അല്ലെങ്കിൽ ഏറ്റവും ഞാൻ സ്പോട്ട് അഡ്മിഷനിലാണ് ഫ്ലവറിൽ ചെയ്തത്. അത് ലാസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജൂലൈ 24 തീയതിയാണ് 2017 ജൂലൈ 24 തീയതിയാണ് ഞാൻ ലിറ്റിൽ ഫ്ലവറിൽ അഡ്മിഷൻ എടുക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ്, അതാണ് എനിക്ക് ഇത്രയും ഓർമ്മ. അപ്പം നമ്മൾ ജൂലൈ എന്ന് പറയുമ്പോൾ ജൂൺ തുടങ്ങി ജൂലൈ ലാസ്റ്റ് ഏകദേശം ലാസ്റ്റ് ആയാലും 24 എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു മാസമായി ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് അഡ്മിഷൻ എടുത്ത ആളുകളുടെയൊക്കെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല, പേരൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഇങ്ങനെ എന്താ പറയുക കിട്ടിക്കഴിഞ്ഞാൽ അരച്ച് തന്നാൽ കുടിക്കും എന്നുള്ള ഇതൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ദേഷ്യമാണ് എനിക്ക് അവരോടൊക്കെ കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ട്, അത്രയും വിഷമിച്ചിട്ടുണ്ട്, അത്രയും സർവൈവ് ചെയ്യാൻ ഞാനിങ്ങനെ മരിക്കാൻ പോലും എന്താ പറയുക ആത്മഹത്യ ചെയ്യാൻ പോലും മനസ്സുകൊണ്ട് 100 തവണ തയ്യാറെടുത്തതാണ്. അത് എന്തുകൊണ്ടോ ചിലപ്പോൾ ആയുസിൻ്റെ നീളമുള്ളത് കൊണ്ടോ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി കാലം ജീവിക്കാനുള്ള ജൈവിക എന്താ പറയുക സയൻറ്റിഫിക്കലി എന്താ പറയുക അതിനുള്ള ആരോഗ്യമുള്ളത് കൊണ്ടൊന്നും അന്ന്, പിന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ടും അന്ന് ഇത് നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോളേജ് മേറ്റ്സ് ആയിട്ടുള്ള ബാച്ച് മേറ്റ്സ് ആയിട്ടുള്ള ഹോസ്റ്റലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല മാനസിക ബുദ്ധിമുട്ട്, ഒറ്റപ്പെടുത്തുക. ഈ റാഗിങ് എന്ന് പറയുന്നത് ഫിസിക്കലി അസോൾട്ട് മാത്രമല്ല കേട്ടോ, മെൻ്റലി അസോൾട്ടും ഈ റാഗിങ്ങിൽ പെടുന്ന സാധനമാണ്. പിന്നെ അതുപോലെ നമ്മൾ ചെല്ലുന്ന സമയത്ത്, അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരി പിന്നീട് ഒരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ കല്യാണം ക്ഷണിച്ചപ്പോൾ ഞാൻ ആൾ നാട്ടിലില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കല്യാണം ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിലില്ല. ഒരാൾ കല്യാണം ക്ഷണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കൺഗ്രാറ്റ്സ് എന്നെങ്കിലും പറയില്ലേ. അതൊക്കെ പിന്നെ ഒരാളുടെ എന്താ പറയുക ഏറ്റവും ബേസിക് ക്വാളിറ്റി, വീട്ടിൽ നിന്ന് പഠിച്ചു വരേണ്ട സാധനം, സംസ്കാരം എന്നൊക്കെ പറയും. അതൊന്നും പിന്നെ അതിൽ പറയുമ്പോൾ പറഞ്ഞു വന്നു എന്ന് മാത്രം, അതൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെ പരസ്പരം തെറ്റിക്കുന്നത് പോലും ഈ റാഗിങ് എന്നാണോ അതിന് പറയാന്ന് പോലും എനിക്കറിയില്ല. റാഗിങ് എന്നൊക്കെ എത്രയോ സിമ്പിളായിട്ടുള്ള വേർഡാണ്. ഇത്തരം മാനസിക എന്താ പറയുക പീഡനത്തിനൊക്കെ ഇരയാക്കപ്പെടും. ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എത്രയോ ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. മെസ്സിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പേടി, കാരണം എനിക്കിവിടെ സീറ്റില്ല, എനിക്കവിടെ പ്ലേറ്റ് ഇല്ല. എല്ലാവരും കൂടി നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തി ഞാൻ ഭക്ഷണം കഴിക്കാത്ത എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സാധനങ്ങൾ, എൻ്റെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ പഠിക്കാനിരിക്കുന്ന സമയത്ത്, അല്ലാത്ത സമയത്ത്, എല്ലാ സമയത്തും നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിച്ച എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഈ മെൻ്റൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഒരു 18 വയസ്സുകാരി അന്ന് ഓവർകം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ആ സമയത്തൊക്കെയാണ് വിശാഖിനെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ വിശാഖ് മാത്രമല്ല, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ നാട്ടിലുണ്ടാവുന്ന സാഹചര്യം SFI കൂടെ വരുന്നത്. ചിലപ്പോൾ SFI ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയുക തീർച്ചയായും ആത്മഹത്യ ചെയ്തിരുന്നേനെ ഈ ഒരു റാഗിങ് കാരണം. ഈ പരസ്പരം തമ്മിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് പോലും എന്നോട് മിണ്ടാതെയാവുക, അവർക്കെല്ലാവർക്കും എന്നോട് സംസാരിക്കാൻ വേണ്ടി. കാരണം ഈ പറയുന്ന എൻ്റെ ബാച്ച്മേറ്റ്സിലെ ഒരു ടീമുണ്ട്, ഒരു എന്താ പറയുക ഗുണ്ട ടീം പോലത്തെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമായിരുന്നു ഇതിനെ എന്താ പറയുക അതിനെ കൺട്രോൾ ചെയ്തിരുന്നു. അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി. പക്ഷെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അതിജീവിച്ചു, 3 വർഷം കംപ്ലീറ്റ് ആക്കി. ഞാൻ പറഞ്ഞു ഇവൻ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വൃത്തികെട്ട തെണ്ടികൾ, ചെറ്റകൾ, പട്ടികൾ. ഞാൻ ഇങ്ങനെ പറയാൻ പാടുമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ അത് മ്യൂട്ട് ചെയ്യും, എനിക്കറിയില്ല. എന്നപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിനെ സ്റ്റക്കായിപ്പോയി. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കുറച്ച് കാലം പുറകോട്ട് ഇങ്ങനെ നടന്നുപോയ ഒരവസ്ഥ. ഇത് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ പിന്നീട് നാട്ടിൽ കിട്ടിയത് കാരണം ഞാനതെങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തു. പിന്നെ വേറൊരു ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഞാൻ എൻ്റെ എന്താ പറയുക പേരും മറന്നു, ആ തലയുടെ പേര്.
നമ്മുടെ ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞു. അപ്പോൾ വാർഡൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നിനക്ക് മാത്രമല്ലേ പ്രശ്നം, അപ്പോൾ അത് നിൻ്റെ മാത്രമല്ലേ പ്രശ്നം, ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ അർപ്പിത, അതാണ് അതിൻ്റെ പേര്, സിസ്റ്റർ അർപ്പിത, അവരും ആ തള്ളിയും അവരുടെ കൂടെ നിന്നു. അതായത് ഇതിനൊക്കെ ഒരു പരിധി വരെ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വാർഡനുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ രാവിലെ പ്രയർ, ഈ രാവിലെ പ്രയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. രാവിലെ 6 മണിക്ക് മണിയടിച്ച് തുടങ്ങി എന്താ പറയുക, ആളെ മുഴുവൻ പിടിച്ചിരുത്തി എന്താ പറയുക അവരവരുടെ പ്രാർത്ഥിച്ചോട്ടെ, അത് ആര് വേണമെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ, അതിലൊന്നും ഒരു എതിർപ്പില്ല. ഇത് താല്പര്യമില്ലാത്തവരെ മുഴുവൻ കൊണ്ടുപോയി മുട്ടി. എനിക്ക് തോന്നുന്നു എന്നോട് സിസ്റ്റർക്ക് എന്താ വെറുപ്പും ദേഷ്യം ഉണ്ടാവാനുള്ള മെയിൻ കാരണം രാവിലെ എണീറ്റ് പോകാത്തൊക്കെ. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞു, എപ്പോഴെങ്കിലും 1-2 തവണ പോയിട്ടില്ല എന്നുണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഹരാസ്മെന്റ് വേറെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ കുറച്ചും കൂടി ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു ചൊവ്വയും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എന്താ പറയുക ഹരാസ്മെന്റ് വേറെ, ഒരു കണക്കില്ലാത്ത ഹരാസ്മെന്റ് വേറെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നെ പഠിപ്പിച്ചൊരു സാറിന്, ഇപ്പോൾ പുള്ളിക്കാരൻ ആ കോളേജിലില്ല, വേറൊരു കോളേജിലാണ് പെർമനന്റ് സ്റ്റാഫൊക്കെ ആയി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത ഇങ്ങനെ വന്നപ്പോഴേ ഞാനതിന് സ്ക്രീൻഷോട്ട് എന്തായാലും ഞാനതിൽ ആഡ് ചെയ്യും. ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്നായിരുന്നെങ്കിൽ സാറും ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി എന്നോട് ആ ദ്രോഹങ്ങൾ, അതായത് വെറുതെ കാര്യമില്ലാതെ എന്താ പറയുക എൻ്റെ പിന്നാലെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നടക്കുക, പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കുറ്റം കണ്ടുപിടിക്കുക, അത് ക്ലാസ്സിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആളെ നാണം കെടുത്തുക, പിന്നെ അതുപോലെ എൻ്റെ പാരൻസിനെ വിളിച്ചു വരുത്തും. ഒരു കാര്യമില്ല, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ മരിച്ചിട്ട് എൻ്റെ അടിയന്തരം വർഷം ആഘോഷിക്കേണ്ട സമയമായിട്ടുണ്ടാവും. എൻ്റെ അച്ഛനമ്മേനൊക്കെ കൈകൂപ്പിത്തോളണം. ആ തള്ളടിയും അതുപോലെ തന്നെ ആ വൃത്തികെട്ട മാഷിനെ പറഞ്ഞിട്ട് കാര്യമില്ല, HOD സിസ്റ്ററാണ്, സിസ്റ്ററിൻ്റെ അണ്ടറിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരും. എന്നിട്ട് എന്താ പറയുക, ഞാൻ സാറിന് അയച്ചത്, ഞാൻ ഇന്നായിരുന്നെങ്കിൽ ഞാൻ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും, ബാലാവകാശം അല്ലേ ചിലപ്പോൾ 18 വയസ്സും, വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഞാൻ സാറിനും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റർക്കും എതിരെ കേസ് കൊടുത്തു. ഞാൻ എന്തായാലും എന്താ പറയുക, ഞാനത് സ്ക്രീൻഷോട്ട് ഇട്ടാട്ടോ. സാർ എനിക്കത് റിപ്ലൈ തന്നില്ല, സാറിന് റിപ്ലൈ പറയാനില്ല എന്നുള്ളതാണ് അതിൽ സത്യം. സാർ എനിക്ക് ഒരു റിപ്ലൈ തന്നിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും സാറിനെ കാണുകയാണെങ്കിൽ ഞാനത് പറയും, നേരിട്ട് പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു വിഷയം അത് ഭയങ്കര എന്താ പറയുക, അത് ഒരു മിഹിറിൽ അവസാനിക്കുന്നില്ല, ഒരു മിഹിറിൽ തുടങ്ങുന്നില്ല. ഇതിങ്ങനെ നിരന്തരമായി കൊണ്ടേയിരിക്കും. ഈ പൈസയുടെ അഹങ്കാരം, അതായത് വീട്ടിൽ നിന്ന് കുറേ പൈസ ചിലപ്പോൾ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കാനും ഫോണിൽ നിറച്ചു കൊടുക്കാനും ഒക്കെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ഈ സാധാരണക്കാരനെ എന്താ പറയുക മക്കളോട് ഉള്ളൊരു വൃത്തികെട്ട അഹന്ത ഉണ്ടല്ലോ, അതായത് കളറിൻ്റെ പേരിൽ, തടിയുടെ പേരിൽ എന്താ പറയുക, പിന്നെ ഈ റേസിസം അത് ഭയങ്കര കേട്ടോ. അത് നമ്മൾ യൂറോപ്പിലേക്കും ഇവിടേക്കൊന്നും പോകണ്ട. ഈ പറയുന്ന സാധാരണ ഈ കോളേജിലും ഇതിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ അനുഭവിച്ചതിൻ്റെ ഇതിലാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ പയ്യനും ആ പയ്യൻ്റെ ഫാമിലിക്കും ജസ്റ്റിസ് കിട്ടണം, നീതി കിട്ടണം. കാരണം ഇത് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ അവനവൻ്റെ സാഹചര്യം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും മിനിമം ആയിട്ടുള്ള അവകാശമാണ്, മനുഷ്യാവകാശമാണ്. ആ മനുഷ്യാവകാശത്തെയാണ് ഈ പറയുന്ന എന്താ പറയുക കുറേ പൈസയുടെ ഈ പ്രീമിയം ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പൈസയുടെ ഹുങ്കുള്ള അച്ഛനും അമ്മയുടെയും മക്കൾ ഈ മറ്റുള്ളവൻ്റെ മെക്കെട്ട് കയറുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഈ റാഗിങ് എന്ന പരിപാടി. ഇതിനെതിരെ ഞാൻ പറഞ്ഞില്ല, കുറേ കാലങ്ങളായിട്ട് SFI പോലെയുള്ള പല സംഘടനകളും ഇതിന് സമരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നാടാട്ടോ കേരളം. ഇതിനപ്പുറത്തേക്ക് കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ അറിയാം ഇതിനേക്കാൾ വളരെ ഭയാനകവും ഭീകരവുമായിട്ടുള്ള റാഗിങ് നടക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പം മിഹിറിന് ജസ്റ്റിസ് കിട്ടട്ടെ. മിഹിറിന് ജസ്റ്റിസ് കിട്ടുന്നതിൻ്റെ ഇത് അറ്റം വരെയും പോകുന്നത് ഈ നമ്മുടെ സമൂഹം കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള വേദന, മിഹിർ ആത്മഹത്യ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി 100 തവണ ചിന്തിച്ചു പോകും, ഒരു സംശയം വേണ്ട. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് ഈ ഒറ്റപ്പെടുത്തലും ഉപദ്രവിക്കലും. അത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അസോൾട്ട് എന്ന് പറഞ്ഞ രണ്ടും ഒരുപോലെ എന്താ പറയുക, അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എത്രയോ തവണ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചരമവാർഷികം ആഘോഷിക്കേണ്ട വർഷങ്ങളായിരിക്കും ചിലപ്പോൾ 2025 അപ്പോൾ ആ പയ്യനെ നമുക്ക് കുറ്റം, പിന്നെ എന്താ പറയുക മാനസികമായിട്ട് അതൊന്നും പുറത്ത് കിടക്കാനുള്ള ഒരു സഹായം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതായിരിക്കും ആ മോനെ പാവം
ആത്മഹത്യയിലേക്ക് തള്ളിയത്. എന്തായാലും ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂടെ. ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റുപോലെ എനിക്ക് തോന്നി. കാരണം അറിയണം, ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ പോലെയുള്ള കോളേജുകൾ വലിയ പ്രതീക്ഷയോടെയല്ലേ ഈ പാരൻസ് ഇതിന് നമ്മളെയൊക്കെ കൊണ്ടുപോയാക്കുന്നത്. വുമൻസ് കോളേജാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് അതിലേക്ക് കൊണ്ടുപോയി തള്ളുന്നത്. ഇതൊന്നും അറിയാതെ എത്രയോ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പെയിൻ ഗസ്റ്റായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഈ എന്താ പറയുക, ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കലും, അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വീട്ടിലേക്ക് ഒരു ബന്ധം പാടില്ല. നമ്മൾ പോയിരിക്കുന്നത് എന്താ പറയുക IAS പഠിക്കാനാണല്ലോ ഈ ലിറ്റിൽ ഫ്ലവർ കോളേജ് പോലുള്ള കോളേജിലേക്ക്. ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ 20 ദിവസമാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. എന്താ വീട്ടിലേക്ക് വിളിച്ച പ്രശ്നം? വീട്ടിലേക്ക് നമ്മൾ ഈ എന്താ പറയുക +2 കഴിഞ്ഞ് മാറി നിൽക്കുന്ന കുട്ടികൾ വീട്ടിലേക്ക് വിളിക്കണ്ടേ? അവർ പാരൻസിനായിട്ട് കോണ്ടാക്ട് വേണ്ടേ? എന്തോ ലക്കയ്ക്കാണ് ഇവർ ഈ മാതിരി എന്താ പറയുക നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണത്. എനിക്ക് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഇപ്പോൾ ചിലപ്പോൾ മേ ബി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും കോവിഡിന് ശേഷം, എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒരു പരിപാടി ഉണ്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മെസ്സേജ് അയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അലുമിനിയുടെ കാര്യം പറയുമ്പോൾ റിപ്ലൈ കൊടുക്കും എന്നല്ലാതെ ഒരു വൃത്തിയായിട്ട പരിപാടിക്കാൻ വൃത്തിയായിട്ട കോളേജിൽ പിന്നെ ഞാൻ പോയിട്ടില്ല. ഇനി ഏതെങ്കിലും സമയത്ത് പോണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ല. പോണ്ടി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് ഇത് പറയാനും എനിക്കൊരു മടിയില്ല. എനിക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ അനുഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് എന്തിനാണ് മടിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനാട്ടോ. എന്തായാലും മിഹിറിന് ജസ്റ്റിസ് കിട്ടട്ടെ, മിഹിറിന് നീതി കിട്ടട്ടെ. റാഗിങ്ങിൻ്റെ പേരിൽ ഇനിയൊരു മരണം നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ. എന്തിൻ്റെ പേരിലാണെങ്കിലും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലെ പിള്ളേർ നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിർത്താൻ പാകത്തിനുള്ള നിയമം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ്. ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പറയാനുള്ള കാര്യം ചിലപ്പോൾ ഇനിയും പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. കാരണം ഞാൻ പറഞ്ഞില്ല, 3 വർഷത്തെ അനുഭവമുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ല, മരിക്കണമെന്ന് പോലും ചിന്തിച്ച അവസ്ഥകളിൽ നിന്നൊക്കെ മാറി ഇന്ന് കാണുന്ന ഒരു ആരുടെ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തടി എന്ന് ചോദിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഞാൻ സ്വയം, അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്കിയെടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഇപ്പോഴും ആ റാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മെൻ്റലി ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും എനിക്ക് പല സ്ഥലത്തും അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഇപ്പോഴും ഉണ്ട്. അത് ലൈഫ് ലോങ് മേ ബി ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. എന്തായാലും ആ മോന് ലൈഫ് നഷ്ടപ്പെട്ടു. അത് ചെയ്തവരാരും എന്താ പറയുക രക്ഷപ്പെടാനോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിലൂടെ നിരപരാധികളായിട്ട് കടന്നു പോകാനും പാടില്ല. അവരെല്ലാം തെറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതേ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മിഹിറിന് നീതി കിട്ടട്ടെ. മിഹിറിൻ്റെ പാരൻസും അതുപോലെ തന്നെ മാമനൊക്കെ പല വീഡിയോസിലും പല ഇൻ്റർവ്യൂസിനും ഒക്കെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എറണാകുളത്തെ SP അവർ CCTV ക്യാമറ ഫ്ലാറ്റിലെയും സ്കൂളിലേക്ക് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ എന്താ റാഗിങ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും അവിടുത്തെ പ്രീമിയം ക്വാളിറ്റി വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞ ചെയ്ത ആളുകളുണ്ടല്ലോ, ഈ റാഗിങ് ചെയ്ത ആളുകൾക്കൊന്നും അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു പയ്യൻ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിച്ച് ആരും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളായി മുന്നിൽ വരാതെ എന്തായാലും കാര്യം കടന്നു പോവില്ല. എന്തായാലും മിഹിറിന് നീതി കിട്ടട്ടെ, മിഹിറിൻ്റെ ഫാമിലിക്കും നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.